ഹലോ ഓൾ. എനിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. പനിയേക്കാളും കൂടുതൽ എനിക്ക് ഭയങ്കര ശരീരവേദനയായിരുന്നു. ഞാൻ റെസ്റ്റിലായിരുന്നു. പിന്നെ ഇന്നലെ ഒന്ന് എഴുന്നേറ്റു. വൈകിട്ടൊന്ന് എഴുന്നേൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വീണ്ടും റെസ്റ്റ് എടുത്തു. ഇപ്പം ദേ കുറച്ച് കുറവുണ്ട്. എല്ലാവരും ചോദിക്കും എന്നറിയാം ഹെൽത്തിനെ കുറിച്ച് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ കഥയിലേക്ക് പോവാം. ഓക്കെ. സ്വയം മറന്നവൾ അവൻ്റെ മാറിൽ ചേർന്നു കഴിഞ്ഞു. ആ നിമിഷം അവൻ്റെ ഇരുകൈകളാൽ അവളെ അവൻ പുണർന്നു. അവളെ വാരി പുണരാൻ കൈകൾ മതിയാവില്ലെന്നവന് തോന്നി. മനസ്സിന്റെ ഭാരം പെയ്തു തീർന്ന ആ വേനൽ മഴയുടെ കുളിര് രണ്ടുപേരും നനഞ്ഞു. ഇരുവരും സ്വയം മറന്ന് പുണർന്ന നിമിഷങ്ങളായിരുന്നു അത്. മനസ്സിലുള്ള ഭാരം മുഴുവൻ ഇറക്കി വെച്ച് ഒരു മഴ നനയുന്നത് പോലെ അവൻ്റെ മാറിൽ അവൾ വിശ്രമത്തിലായിരുന്നു. സ്വപ്നത്തിൽ പോലും സരയു വിചാരിക്കാത്തൊരു നിമിഷം തന്നെയായിരുന്നു അത്. മിഥുനോ അവൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷത്തിലും. കുഞ്ഞേ, പുറത്തുനിന്നും ലക്ഷ്മിയമ്മ കഥകിൽ തട്ടിയപ്പോഴാണ് രണ്ടുപേർക്കും സുബോധം വന്നത്. പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അകന്നു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള മടിയോടെ പോയവൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവളുടെ രൂപം കണ്ട് ഒരു നിമിഷം ലക്ഷ്മിക്കും പരിഭ്രാന്തി തോന്നി. അയ്യോ, എന്തു പറ്റി മോളെ? എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു. ഒന്നുമില്ല ലക്ഷ്മിയമ്മേ, എനിക്കിന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതുവരെ കുളിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേറെ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? ഇത്ര നേരമായിട്ടും മോളെയും മോനെയും താഴേക്ക് കാണാത്തതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി വന്നതാ. അരുന്ധതി കുഞ്ഞാണെങ്കിൽ വലിയ പേടി, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് കരുതി. മോനിന് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നതാണോ എന്ന് അറിയില്ലല്ലോ, അതാ ഞാൻ വന്നത്. കണ്ണമോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ആവലാതിയോട് ലക്ഷ്മി ചോദിച്ചു. എനിക്ക് ഒരു കുഴപ്പമില്ല ലക്ഷ്മിയമ്മേ. പെട്ടെന്ന് പുറത്തേക്ക് മിഥുനും എത്തി. അരുന്ധതി കുഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. രണ്ടാളും കുളിച്ചിട്ട് താഴേക്ക് വാ, ചായ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? വേണ്ട, ഞങ്ങൾ വരാം. ലക്ഷ്മി പോയതും സരീവിൻ്റെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. നാണം തുളുമ്പി നിൽക്കുന്ന ആ മുഖം അവനൊരു പുതിയ കാഴ്ചയായിരുന്നു. ആ നോട്ടം അഭിമുഖീകരിക്കാൻ കഴിയാതെ അവൾ മുഖം മാറ്റിക്കളഞ്ഞു. തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ തൻ്റെ നെഞ്ചോട് ചേർത്തു. പിന്നെ ആ മുഖത്തേക്ക് നോക്കി. ഇത്രയും നാണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഉണ്ടോ? കളി പോലെ അവൻ ചോദിച്ചു. വീട്ടിൽ കണ്ണേട്ടാ, ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. അവൾ അവനിൽ നിന്നും അകലാനൊന്ന് ശ്രമിച്ചു. അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് കണ്ണ് നിറച്ച് കാണട്ടെ. ആദ്യമായിട്ട് എന്നോട് ഇഷ്ടം തോന്നിയത് എന്നാടാ? ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുന്നത്. അവനെ കണ്ണ് ചിമ്മാതെ അവളൊന്ന് നോക്കി നിന്നു. പിന്നെ ഒന്നും പറയാതെ അവനിൽ നിന്ന് മുഖം മാറ്റിക്കളഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ പതിഞ്ഞ ചിരി ആ മുഖത്തേക്ക് നോക്കാതെ അവൾ അറിഞ്ഞു. ഒരു സ്മൂച്ച് ആയാലോ? ഇടം കണ്ണിറുക്കി മേൽചുണ്ട് കടിച്ചവൻ ഒരു തമാശ പോലെ ചോദിച്ചപ്പോൾ അവളുടെ മുഖം പരിഭ്രാന്തിയിൽ നിറഞ്ഞു. അവനെ ഒന്ന് നീക്കിയതിനു ശേഷം അവൻ്റെ കരവലയത്തിൽ നിന്നും ഓടി അവൾ പെട്ടെന്ന് ബാത്റൂമിനുള്ളിലേക്ക് കയറി. ടേ, നിൽക്കവിടെ. അവൻ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അവൾ കഥകടച്ച് കളഞ്ഞിരുന്നു. രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരേ നിമിഷം ഒരു പുഞ്ചിരി മുട്ടിട്ടു. കുറച്ച് സമയം കൂടി അവിടെ നിന്ന ശേഷം ചെറു പുഞ്ചിരിയോടെ അവൻ മുറിയിലേക്ക് പിൻവാങ്ങി. അതുവരെ ശരീരത്തെ ബാധിച്ചിരുന്ന വേദനകൾക്ക് എല്ലാം ഒരു ശമനം വന്നതുപോലെ അവന് തോന്നി. പ്രണയത്തിൻ്റെ മാന്ത്രികതയ്ക്ക് ഇത്രയ്ക്ക് ശക്തിയുണ്ടോ? തനിവിലെ വേദനകളെ പോലും മായ്ച്ചു കഴിയുന്ന മരുന്നാണ് സ്നേഹം. അവളുടെ കണ്ണിൽ കുറച്ചു മുൻപ് താൻ കണ്ട നിഷ്കളങ്കതയും ആത്മാർത്ഥതയും തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുകയാണെന്ന് അവന് തോന്നി. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നാളങ്ങൾ വീണ്ടും തനിക്ക് മുൻപിൽ തെളിയുന്നത് മിഥുനറിഞ്ഞു. ഒരിക്കൽ ഇരുളിൽ മാഞ്ഞുപോയ സ്വപ്നങ്ങൾക്ക് വീണ്ടും പുതുനാമ്പുകൾ വിടർത്തുന്നത് ഒരു കൗതുകത്തോടെ, അതിലുപരി സമാധാനത്തോടെ അവൻ അറിഞ്ഞു. ഇവൾക്ക് വേണ്ടിയായിരുന്നു ഇത്ര കാലം താൻ കാത്തിരുന്നത്. എല്ലാം ഒരു നിമിത്തമായിരുന്നു. അവിചാരിതമായെങ്കിലും അവളെ സനൂപ് തനിക്ക് മുൻപിൽ പരിചയപ്പെടുത്തി തന്നതും പിന്നെ അവൾ തനിക്കെല്ലാം ആയതും എല്ലാം ഒരു നിമിത്തമായിരുന്നു. ഈശ്വരൻ എത്ര കുറുക്കു വഴികളിലൂടെയാണ് നമ്മുടെ ഇണയെ നമ്മളിലേക്ക് എത്തിക്കുന്നതെന്ന് അവ ചിന്തിക്കുകയായിരുന്നു. മിഥുൻ മേനോൻ എന്ന നടൻ്റെ ആരാധിക പോലും അല്ലാത്തൊരു പെൺകുട്ടി. മിഥുൻ മേനോൻ എന്ന നടൻ്റെ സ്റ്റാർഡം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി. അവളാണ് മിഥുൻ എന്ന വ്യക്തിയെ മാത്രം സ്നേഹിച്ചത്, ഇന്നവൻ്റെ സർവ്വമായി മാറിയിരിക്കുന്നത്. തിരിച്ചു കുളിച്ചിറങ്ങിയ മിഥുൻ
തലയിൽ ഹെയർ ജെല്ല് പുരട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് അകത്തേക്ക് കയറി സരിയു വന്നത്. എത്തിയോ? ഞാൻ വിചാരിച്ചു ഇന്ന് മുഴുവൻ ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുന്നത്. ഞാനെന്തിനാ അവിടെ തന്നെ ഇരിക്കുന്നത്? തൻ്റെ പോക്ക് കണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചത്. അത് കണ്ണേട്ടൻ എന്നോട് അനാവശ്യം പറഞ്ഞിട്ടല്ലേ? എന്തനാവശ്യം? എൻ്റെ ആവശ്യം നിനക്ക് അനാവശ്യമായിരിക്കും. ഒരു കള്ളച്ചിരിയോടെ അവൾക്കരികിലേക്ക് നീങ്ങി വന്നവൻ പറഞ്ഞു. അവനിൽ നിന്നും അവൾ പതിയെ പിന്നോട്ട് നടന്നവൾ ചുമരിൽ തട്ടി നിന്നപ്പോൾ ഇരു കൈകളാൽ അവളെ ബന്ധിച്ചു കഴിഞ്ഞിരുന്നു അവൻ. അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ അധരത്തിൻ്റെ മുകളിൽ ചെറിയ വിയർപ്പ് തുള്ളികളൊക്കെ പൊടിഞ്ഞിരിക്കുന്ന കാഴ്ച അവനിലെ പുരുഷനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു. അവളുടെ മുടിയിൽ നിന്ന് വമിക്കുന്ന ഗന്ധവും കെട്ടിവെച്ചിരിക്കുന്ന തോർത്തിൽ നിന്നും പുറത്തു ചാടി നിൽക്കുന്ന അളകങ്ങളും എല്ലാം അവളോട് തോന്നിയ വികാരത്തെ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളായിരുന്നു. ഒരു കുസൃതി ചിരിയോടെ അവളിലേക്ക് അവൻ്റെ ആധരങ്ങൾ നീണ്ടു വന്നപ്പോൾ അവൾ പെട്ടെന്ന് അവനിൽ നിന്നും താഴേക്ക് ഊർന്നു മാറി. ഒരു പൊട്ടിച്ചിരിയോടെ അവനിൽ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങുന്നവളെ ഒറ്റ കൈകൊണ്ട് തന്നെ അവൻ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവളെ തൻ്റെ കരവലയത്തിൽ ചേർത്ത ശേഷം ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏറെ പ്രണയത്തോടെ ഒരുപാട് നേരം ആ മിഴികളെ നേരിടുവാൻ അവൾക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണേട്ടാ, സമയം ഒരുപാടായി, വിട്, അവൾ പറഞ്ഞു. എനിക്ക് തൃപ്തികരമായിട്ടുള്ള എന്തെങ്കിലും ഒന്നിവിടെ സംഭവിച്ചാൽ അപ്പോൾ വിടും. ചുണ്ടിൽ സ്വതവേ കാണുന്ന കള്ളച്ചിരിയോടെയാണ് അവൻ പറഞ്ഞത്. അവളവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇരു കൈകൾ കൊണ്ടും അവനെ ഒന്നുകൂടി ഗാഠമായി പുണർന്നു. അതാണ് തൻ്റെ ലോകം എന്ന് അവനോട് പറയാതെ പറയുന്നത് പോലെ അവളുടെ ആ പ്രവൃത്തി അവനെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടുചെന്ന് നിർത്തി. എനിക്ക് ഏറ്റവും തൃപ്തികരം ഇതാണ്. ഈ നെഞ്ചിൽ ഇങ്ങനെ ചേർന്നെന്ന് നിൽക്കണം. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടെങ്കിൽ അത് മാത്രം മതി ഈ ജന്മം മുഴുവൻ എനിക്ക്. താഴ്ന്നു പോയവളുടെ മുഖത്തെ തൻ്റെ ചൂണ്ടുവിരലാൽ ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ആർദ്രമായി ചോദിച്ചു, ഇനിയും വിശ്വാസക്കുറവുണ്ടോ എന്നെ? അതോ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുമെന്ന ഭയമുണ്ടോ? അതോ ഞാനീ കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് തോന്നുന്നുണ്ടോ? മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവളുടെ വലം കൈയിലെ വിരലുകൾ അവൻ്റെ ചുണ്ടിൽ ഒരു മാർഗതടസ്സം സൃഷ്ടിച്ചു. എനിക്ക് യോഗ്യതയുണ്ടോ? അതിപ്പോഴും അറിയില്ല. അതുമാത്രമാണ് എന്നെ സംബന്ധിച്ച് ഈ ലോകത്ത് ആരെക്കാളും യോഗ്യത എല്ലാം കൊണ്ടും നിനക്ക് മാത്രമാണ്. ഈ നെഞ്ചിലെ മിടിപ്പ് അവസാനിക്കുന്ന നാൾ വരെ നിന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തും. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തവൻ പറഞ്ഞു. ഈ മിടിപ്പ് അവസാനിച്ചാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവനിലേക്ക് ഒരിക്കൽ കൂടി കുറുകി നിന്ന് പറഞ്ഞവളെ ഒരത്ഭുതത്തോടെയാണ് അവൻ നോക്കിയത്. വീണ്ടും ആ മുഖത്തേക്ക് നോക്കിയവൻ ഒരമ്പരപ്പോട് ചോദിച്ചു, ഇത്രയ്ക്കിഷ്ടമാണോ തനിക്കെന്നെ? ഒന്നും മിണ്ടാതെ കാലിലെ പെരുവിരലിൽ നിന്നുയർന്നവൾ അവൻ്റെ നെറ്റിയിലേറെ മൃദുലമായൊരു ചുംബനം നൽകി. അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നതുപോലെ അവൻ്റെ മിഴികൾ ആ നിമിഷം താനെ അടഞ്ഞു പോയിരുന്നു. ആ മുറിയിലേക്ക് കടന്നു വരാൻ ഒരു നിമിഷം വെളിച്ചം പോലും മടിച്ചു നിന്നു. എന്നോട് ചോദിച്ച ചോദ്യം അതേപോലെ തന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ? ഞാനീ കാണിക്കുന്നത് അഭിനയമാണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ അതിൻ്റെ ആഴം അത് ഞാൻ അറിഞ്ഞു വരുന്നതേയുള്ളൂ. അവളുടെ മുഖത്തേക്ക് ഏറെ പ്രണയത്തോട് നോക്കി അവൻ പറഞ്ഞു. ആഴമൊക്കെ അറിയാൻ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പം അമ്മ നമ്മളെ തിരക്കും. കുറേ നേരമായി, നമുക്ക് താഴേക്ക് ചെല്ലാം, പോകാം. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിനിതുവരെ ഒരു തീരുമാനം ആയില്ല. അതെങ്ങനെ? അവൾക്ക് നേരെ ചുണ്ടു കൊണ്ടുവന്നവൻ ചോദിച്ചപ്പോൾ ഇടം കയ്യാൽ അവനെ ഒന്ന് നീക്കിയിരുന്നു സരയു. അയ്യട മനമേ, ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ എപ്പോൾ കിട്ടും? നിരാശയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയമുണ്ട് ദാസ. ചെറിയ തമാശയോടെ അവൾ പറഞ്ഞപ്പോൾ മിഥുനും പൊട്ടിച്ചിരിച്ചിരുന്നു. അപ്പം അത്ര പാവമൊന്നുമല്ല. അത്യാവശ്യം ഹ്യൂമർ സെൻസൊക്കെ ഉണ്ട് എൻ്റെ ഭാര്യയ്ക്ക്. അതൊക്കെ ഉണ്ട്. ഇതൊക്കെ പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടാഞ്ഞിട്ടല്ലേ? അവസരങ്ങളൊക്കെ ഇനി ഞാൻ തരാം. ഇതിന് മാത്രമല്ല, റൊമാൻസും ഇൻറ്റിമേറ്റ് സീനും ഒക്കെ പുറത്തെടുക്കാനുള്ള അവസരം തരാം. താനും കൂടി ഒന്ന് സഹകരിച്ചാൽ മതി. ഒരു കണ്ണിറുക്കി അവൻ പറഞ്ഞു. കുറേ നേരമായിട്ട് വഷളത്തരം കൂടുന്നുണ്ട് കേട്ടോ കണ്ണേട്ടാ. അവൻ്റെ ചെവിക്ക് പിടിച്ച് അവൾ പറഞ്ഞപ്പോൾ ചെറുചിരിയോടെ അവൻ ചെവി കുഴഞ്ഞു. താനാൾ കൊള്ളാമല്ലോ. കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോഴേക്കും താൻ ഉപദ്രവം തുടങ്ങിയോ? ആ, എൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെയാ, ഉപദ്രവമൊക്കെ നിറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ ചെയ്യും. എനിക്കിഷ്ടമുള്ളവരെ ഇങ്ങനെ ചെറുതായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും.
കുഞ്ഞിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറ്റുമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പഴയതുപോലെ ആവാം. മുഖം വീർപ്പിച്ച് അവൾ പറഞ്ഞു. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ നിന്ന് തരാം, പോരെ. പക്ഷെ പഴയതുപോലെ ആവാനൊന്നും പറയില്ല. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ ഞാൻ പോവണ്ടേ? കയ്യിൽ എലി കുത്തി ഒരു കുസൃതിയോടെ അവൾ ചോദിച്ചു. 1 വർഷമോ? ഇനി ഒരു ജന്മം കഴിഞ്ഞാലും നിന്നെ വിടില്ല, അപ്പോഴല്ലേ. അതും പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് കളഞ്ഞിരുന്നു. അപ്പം നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ എഗ്രിമെൻറ്റുകളോ ഇപ്പം തന്നെ കീറിക്കളഞ്ഞേക്കാം. അവളിൽ നിന്നും മാറി കബോർഡ് തുറന്ന് അവൻ എന്തൊക്കെയോ രേഖകൾ എടുക്കുകയും അവളെ കാണിക്കുകയും അവളുടെ മുൻപിൽ വെച്ച് അത് കീറിക്കളയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നെ വിശ്വസിപ്പിക്കാൻ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. എനിക്കറിയാം കണ്ണേട്ടന് എന്നെ ഇഷ്ടമാണെന്ന്. അതെല്ലാം ഞാൻ ഇനി പോകണം എന്ന് പറഞ്ഞാലും ഒരു പരിഭവവും കൂടാതെ ഞാൻ മാറിത്തരും. നീ എന്തിനാ ഈ പോകുന്ന കാര്യം തന്നെ പറയുന്നേ? ആദ്യം തൊട്ടേ ഉണ്ട്, എന്ത് കാര്യം പറഞ്ഞാലും ഒരു നെഗറ്റിവിറ്റി. അതിപ്പോഴും ഉണ്ട്. ഇനി മേലെ ഈ കാര്യം പറഞ്ഞേക്കരുത്. നമ്മൾ ഒരുമിക്കാൻ വേണ്ടിയുള്ള ഒരു നിമിത്തം മാത്രമായിരുന്നു ഇതൊക്കെ. അങ്ങനെ മാത്രം കരുതിയാൽ മതി. അതിനപ്പുറം ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം നമുക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും. ഇന്ന് മുതൽ അതാണ് നമ്മുടെ റൂള്. ഓക്കെ? തമ്പുയർത്തി അവൻ ചോദിച്ചു. ഓക്കെ, എങ്കിൽ വാ, താഴേക്ക് പോവാം. രണ്ടുപേരും താഴേക്ക് എത്തിയിരുന്നു. ഡൈനിങ് റൂമിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു അരുന്ധതി. രണ്ടുപേരും ചിരിച്ച് സമാധാനത്തോടെ വരുന്നത് കണ്ടപ്പോൾ അരുന്ധതിയുടെ മുഖവും തെളിഞ്ഞിരുന്നു. എവിടെയായിരുന്നു കുട്ടികളെ നിങ്ങൾ? എത്ര നേരമായി? ഞാൻ പേടിച്ചു പോയി, എന്തു പറ്റിയെന്ന് അറിയാതെ. ഒന്നുമില്ലമ്മേ, ഉറങ്ങാൻ വൈകിപ്പോയി, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അമ്മയുടെ കയ്യിൽ പിടിച്ച് സരിയു പറഞ്ഞപ്പോൾ ആ മുഖം നിറഞ്ഞിരുന്നു. നിനക്ക് വേദനയൊന്നും ഇല്ലല്ലോ കണ്ണ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു. ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല. മനസ്സ് നിറയെ ഇപ്പോൾ സമാധാനം മാത്രമാണ്. സരീവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത്. ഒരു ചെറുപുഞ്ചിരി അവന് പകരം നൽകിയവൾ. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആരും കാണാതെ അവൻ്റെ കാൽവിരലുകൾ അവളെ ഒന്ന് കുരുത്തു വലിച്ചു. ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവനെ കൂർപ്പിച്ച് അവളൊന്ന് നോക്കി. ഒരു കുസൃതി ചിരി ചുണ്ടിൽ ഒളിപ്പിച്ച് അവളെ നോക്കി എന്തെന്നർത്ഥത്തിൽ അവൻ തല ചലിപ്പിച്ചു. അവളെ തേടി വീണ്ടും ആ പാദങ്ങൾ എത്തിയപ്പോൾ അവൾ നല്ല വേദനിക്കുന്ന രീതിയിലൊന്ന് ചവിട്ടി. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റ ആ പ്രഹരത്തിൽ അവരൊന്ന് ചുമച്ചു. എന്താ കണ്ണ, എന്താ ഇന്ന് ശ്രദ്ധിക്കാത്തത്? അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് അരുന്ധതി പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ച് നോക്കിയവൻ. പുഞ്ചിരി നിലനിൽക്കുന്ന ആ മുഖം അപ്പോഴും അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പതുക്കെ അവൻ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞതും കുറേ നേരം സരീവിനെ നോക്കിയെങ്കിലും അടുക്കളയിലും മറ്റും തിരക്കിലായിരുന്നു അവൾ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മിഥുൻ മുറിയിലേക്ക് വന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ മധുര സ്മൃതികളാൽ നിൽക്കുകയായിരുന്നു അവൻ. ആ സമയമാണ് കബോർഡിലിരുന്നൊരു പ്രത്യേകമായ ബുക്ക് അവൻ കണ്ടത്. പെട്ടെന്ന് അവനെ തുറന്നു നോക്കി. വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ആ ബുക്ക് ഏതാണെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. പാഠപുസ്തകങ്ങൾക്കൊപ്പം ഒരു പ്രത്യേകമായ ആവരണം കൊണ്ടുള്ള ബുക്കായതുകൊണ്ടാണ് അവനത് ശ്രദ്ധിച്ചത്. ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞൊരു ബുക്ക്. അത് തുറന്നു നോക്കി. എൻ്റെ കണ്ണേട്ടനായി. അത് മറിച്ചതും അതിലൊരു പാട്ടായിരുന്നു. അത് സരിയു തന്നെ എഴുതിയതാണെന്ന് അവന് മനസ്സിലായിരുന്നു. പാട്ട് നിങ്ങൾ വായിച്ചു കേട്ടോ, എനിക്ക് പാട്ടൊന്നും വായിക്കാൻ വയ്യ. വായിക്കും തോറും അതിൻ്റെ അർത്ഥം അവൻ ഗ്രഹിക്കാൻ തുടങ്ങി. ആദ്യ വരികളിൽ അവളിൽ തുടങ്ങി അവസാന വരികളിൽ നമ്മളിൽ അവസാനിച്ച ആ ഗാനം അവളുടെ ഹൃദയമാണെന്ന് അവന് തോന്നിയിരുന്നു. ഓരോ വരികളിലും ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രമായി ഇടിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ താളം അറിയുമോ എന്ന് ചോദിച്ചവൾ രണ്ടാമത്തെ വരിയിൽ അവൾക്ക് വേണ്ടി ആ ഹൃദയം ഇടിക്കുമോ എന്ന് ചോദിക്കുന്നു. മൂന്നാമത്തെ വരിയിലായപ്പോഴേക്കും നമുക്ക് വേണ്ടി ഒരു പൂ വിടരുമോ എന്ന ചോദ്യത്തിന് അവൾ എത്തി നിൽക്കുന്നു. കുറേ കാലങ്ങളായി അവളിൽ തൻ്റെ പ്രണയം എങ്ങനെയാണ് വളർന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഗാനമായിരുന്നു അത്. പെട്ടെന്ന് മുറിയിലേക്ക് സരിയു കടന്നു വന്നപ്പോൾ അവൻ പെട്ടെന്ന് അവളെ കാണാതെ ബുക്ക് ഒളിപ്പിച്ചിരുന്നു. കണ്ണേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ബാൽക്കണിയിലൊക്കെ നോക്കി, കണ്ടില്ല. അമ്മാവനും അമ്മായിയും വന്നിട്ടുണ്ട്. ഇതെന്താ? അവൾ അവന് നേരെ ഒരു മിഠായി നീട്ടി. ഇതൊരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണത്രേ, പാരീസിൽ നിന്ന് കൊണ്ടുവന്നതാ. എനിക്ക് തന്നപ്പോൾ ഞാൻ കണ്ണേട്ടിന് വേണ്ടി കൊണ്ടുവന്നതാ. ചിരിയോടെ അതിലേക്ക് നോക്കി അവൻ നിന്നു. പിന്നെ അത് കൈനീട്ടി വാങ്ങി.
ഒന്നും മിണ്ടാതെ. അവനത് പൊട്ടിച്ചപ്പോൾ ഒരു പരിഭവത്തോടെ അവൾ നോക്കി. ഞാനൊരു മര്യാദയുടെ പുറത്തേക്ക് കൊണ്ടുവന്നതാ, അപ്പോൾ അത് ഒറ്റയ്ക്ക് കഴിക്കുകയാണോ എനിക്ക് തരാതെ? പരിഭവത്തോടെ അവൾ ചോദിച്ചു. ആര് പറഞ്ഞു? നമ്മൾ രണ്ടുപേരും കൂടിയാ കഴിക്കുന്നേ. അത് പൊട്ടിച്ച് ചുണ്ടിൽ വെച്ച് അവളെ മിഴികളാൽ ക്ഷണിച്ചവൻ. ഒരു നിമിഷം സരിയു വല്ലാതെയായിപ്പോയി. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അവൻ അപ്പോഴേക്കും അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നവൾക്ക് ആ മധുരം സ്വീകരിക്കുകയല്ലാതെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൾ അതിലൊന്ന് കടിച്ചു. ആ നിമിഷം തന്നെ അവളോട് ഇടുപ്പിൽ കൈകൾ ചേർത്ത് അവളെ തന്നോട് ചേർത്ത് നിർത്തി മിഥുൻ. കാത്തിരിക്കുമല്ലോ അല്ലേ? പിന്നെ ഈ യൂട്യൂബിലൊക്കെ വരുന്ന പല കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലുള്ളതുപോലെ ഓവർ റൊമാൻസ്, ഓവർ ഇൻറ്റിമേറ്റ് സീൻസ്, ഈ ബെഡ്റൂം സീൻസ് അതേപോലെ പകർത്തുന്ന പരിപാടി ഒന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് റൊമാൻസ് ഒന്നും എൻ്റെ കഥകളിൽ പ്രതീക്ഷിക്കേണ്ട. ഒരു ലിമിറ്റ് വിട്ടിട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രതിലിപിയിൽ എഴുതുന്നത് എൻ്റെ വായനക്കാരെന്ന് പറയുന്നത് കൂടുതലും കുട്ടികളും കൂടി ഉൾപ്പെട്ട ഒരാൾക്കാരാണ്. അപ്പോൾ ഒരു 15 വയസ്സിലൊക്കെ ഉള്ളൊരു കുട്ടി ഇത് വായിക്കുമ്പോൾ ഒരിക്കലും അയ്യേ എന്ന് തോന്നരുത്. ഞാൻ പണ്ട് കഥയൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ മനോരമയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോറികളെന്ന് പറഞ്ഞാൽ ജോസി വാകമറ്റം, അങ്ങനെ കുറച്ച് പേരുടെ കഥകളായിരുന്നു. സുധാകർ മംഗളോദയം, ഇവരുടെ കഥകളിലൊന്നും ഈ അശ്ലീലമായിട്ടുള്ള സാഹിത്യങ്ങളില്ല. അപ്പം എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് തന്നെ അതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ കഥകൾക്കതും ആ ഒരു ടച്ച് വരാനേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് സെക്സ് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ വേണം. കുട്ടികൾ എല്ലാം കണ്ടും വായിച്ചും വരണം. പക്ഷേ എനിക്കിതിങ്ങനെ പച്ചയ്ക്ക് എഴുതി വെക്കാൻ അറിയില്ല, വായിക്കാനും അറിയില്ല. ചിലപ്പോൾ എൻ്റെ പല കഥകൾക്കും റീച്ചൊക്കെ കുറയുന്നതിൻ്റെ കാരണവും അതായിരിക്കും. പക്ഷേ ഓവർ റൊമാൻസ്, ഓവർ ഇൻറ്റിമേറ്റ് സീൻസ്, ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ കാണിക്കുന്ന ഒരു എഴുത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, അതായത് ലിപ് ലോക്കൊക്കെ അതേപോലെ എഴുതി വെക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചിലപ്പോൾ എൻ്റെ കഥയിൽ കാണില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ പറയണമല്ലോ നമ്മുടെ ഓഡിയൻസിനോട്, അങ്ങനെ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ടാറ്റാ.